നമസ്കാരം. അവർ ടി വി 24/7 സിനിമാ വിശേഷങ്ങളിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ദിനേശ് പണിക്കറാണ്. ഇദ്ദേഹത്തെ അറിയാത്ത മലയാളത്തിലല്ല ആരും തന്നെ ഉണ്ടാവില്ല. അത്ര എത്ര പറഞ്ഞാലും മതി വരാത്ത അത്ര റെക്കോർഡുകളുള്ള ഒരു മനുഷ്യൻ, നല്ല മനുഷ്യൻ. നമസ്കാരം. നമസ്കാരം. പിന്നെ ഈ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പഴയ വന്ന വഴിയിലൂടെയാണ് എൻ്റെ ചോദ്യം. ഈ കിരീടം എന്ന ആ ഒരു സിനിമയുടെ അത് എനിക്ക് തോന്നുന്നു എവർഗ്രീൻ സിനിമയാണ്, സൂപ്പർ ഹിറ്റാണ്. അതിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? വലിയ നീണ്ട കഥയാണത്, ചുരുക്കി പറയാം. അതെ. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലൊരു നിർമ്മാതാവ് ആകും അല്ലെങ്കിൽ ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി അതിനുള്ള യാതൊരു വിധത്തിലുള്ള തയ്യാറെടുപ്പോ അല്ലെങ്കിൽ അതിന് ഒരു വിധത്തിലുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടോ ഒന്നും തന്നെ നമുക്കില്ലായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണെന്ന് ഞാൻ കെൽട്രോൺ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അവസരമാണ്. അപ്പോൾ അവിടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ഞാൻ ജോലി എടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ബിസിനസ്സും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഷാജിക്കൊക്കെ അറിയാവുന്നറിയില്ല, കേരളത്തിൽ നല്ല എനിക്ക് തോന്നുന്നു മലയാള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാസറ്റ്സ് ലൈബ്രറി തുടങ്ങിയത് ഞാനാണ്. ട്രിവാൻഡ്രത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ വീഡിയോ കാസറ്റ് ലൈബ്രറി ചാനൽ 12 എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം 1983 സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്തോ മനസ്സിൽ ഒരു ആശയം തോന്നിയതാണ്. ഇത് ആക്ച്വലി തിരുവല്ലയാണ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. തുടങ്ങി അതിൻ്റെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫാദർ ആകസ്മികമായി മരണപ്പെടുകയായിരുന്നു. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് റൂട്ട്സ് മാറ്റേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫാമിലിയായിട്ട് താമസിക്കുമ്പോൾ ഈ ഒരു ആശയം ഞാൻ എന്തായാലും തിരുവല്ലയിൽ തുടങ്ങി. അത് തിരുവല്ലയ്ക്ക് ആപ്ലിക്കബിൾ എത്രത്തോളമായിരുന്നു അത്രയും അതിനെക്കാട്ടും കൂടുതലാണ് ഒരു സിറ്റിയിലും. അന്ന് ട്രിവാൻഡ്രത്തും വീഡിയോ ലൈബ്രറി ഇല്ല. അപ്പം ഞാൻ ട്രിവാൻഡ്രത്തേക്ക് ആ ലൈബ്രറി ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ചാനൽ 12 എന്ന ചാനൽ 12 എന്ന പേരിൽ ഒരു വീഡിയോ ലൈബ്രറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സിനിമയായിട്ടുള്ള ഒരു ബന്ധം അവിടെ അങ്ങ് തുടങ്ങിയാണ് എൻ്റെ ആക്ച്വലി. അവിടെ തുടങ്ങി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മമ്മൂട്ടി, മോഹൻലാൽ, അവിടുത്തെ ലോക്കൽ പോലീസ്, DGP, രാഷ്ട്രീയക്കാർ, IAS എല്ലാം എൻ്റെ കടയിൽ വന്നു തുടങ്ങി. കാരണം അവിടെ ആപ്പാടെ എല്ലാവരുടെയും ഒരു ആശ്രയം ഈ ഒരു പ്രസ്ഥാനം മാത്രമാണ്. അങ്ങനെ അതിൽ നിന്ന് ഈ പറഞ്ഞ സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം എൻ്റെ കൂടി തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന അവസരത്തിൽ ഒരു 1986-87 കാലഘട്ടത്തിൽ എൻ്റെ മൂത്ത മോൻ്റെ പേര് രോഹിത് എന്നാണ്. അവനപ്പോൾ 1 വയസ്സെന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഒരു ആശയം തോന്നി. അതായത് അന്നത്തെ കാലത്ത് നമുക്ക് ലീഗൽ കാസറ്റ്സ് ഒന്നും മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ലീഗൽ കാസറ്റ്സ് അങ്ങനെയാണെങ്കിൽ കോപ്പിറൈറ്റ് വാങ്ങിച്ചിട്ട് ഇറക്കണമെങ്കിൽ അതിന് ഒരു വഴി ഉണ്ടാക്കിയതും ഞാൻ തന്നെയാണ്. ആദ്യമായി തരങ്കിണി ഫിലിംസിൻ്റെ ജനുവരി ഒരു ഓർമ്മ എന്ന് പറയുന്ന മോഹൻലാൽ പടം ഞാൻ കോപ്പിറൈറ്റ് വാങ്ങിച്ചുകൊണ്ട് അത് ആദ്യമായിട്ട് ഒരു മലയാളത്തിലേക്ക് രോഹിത് വീഡിയോൻ്റെ പേരിൽ അതും ഇറക്കി. അപ്പോൾ അങ്ങനെ കുറേ ഫസ്റ്റ് എന്നുള്ള ഒരു പേര് എടുത്തു പറയാൻ എനിക്കുണ്ട്. ഒന്ന് ഈ വീഡിയോ ലൈബ്രറി തുടങ്ങിയത്, വീഡിയോ കോപ്പിറൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഈ കോപ്പിറൈറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് സിനിമാക്കാരായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ കൂടി. കാരണം എല്ലാ സിനിമാ ലൊക്കേഷനിൽ നിന്ന് ആൾക്കാർ എൻ്റെ അടുത്ത് വരും, ഇതിൻ്റെ കോപ്പിറൈറ്റ് കൊടുക്കാറുണ്ട്, ഇതിൻ്റെ റൈറ്റ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഈ സിനിമാക്കാരുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി ദൃഢമായി. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എനിക്ക് 86-ൽ തന്നെയാണ്, 86-87 അടുപ്പിച്ചാണ്. ഒരു ദിവസം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കൃഷ്ണകുമാർ, ഇപ്പോൾ കിരീടം ഉണ്ണി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കൃഷ്ണകുമാർ ഞങ്ങൾ അല്ലാതെ പുറത്തൊക്കെ കാണുകയായിരുന്നു. പക്ഷേ പുള്ളി അല്ലാതെ വേറൊരു കാര്യത്തിലൂടെ ഞങ്ങൾ തമ്മിൽ അസോസിയേഷൻ ഉണ്ടായിരുന്നു. അതായത് കെൽട്രോണിൽ സ്റ്റെബിലൈസർ സപ്ലൈ ചെയ്തിരുന്നത് അവരുടെ ട്രാൻസ്റ്റാബ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റെബിലൈസേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഓർഡർ കൊടുക്കേണ്ട ആൾ ഞാനാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഓഫീസിൽ കെൽട്രോണിൽ അദ്ദേഹം വരും. വന്ന് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴേക്കും ഒരു ദിവസം, അതിന് മുമ്പ് അമ്പിളി എന്ന് പറഞ്ഞ പഴയൊരു ഡയറക്ടറുണ്ട്. പഴയ വളരെ ഗാനമേള എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ എടുത്ത ഒരു വളരെ പ്രസിദ്ധനായ ആ ഡയറക്ടറാണ്. എൻ്റെ കൂട്ടത്തിൽ സംവിധായകനാണ്. ഏറ്റവും പുള്ളിയുടെ എടുത്തു പറയാൻ പറ്റുന്നൊരു പടം എന്ന് പറയുന്നത് ഗാനമേള എന്ന് പറഞ്ഞ പടമായിരുന്നു. പിന്നെ കുറച്ച് നല്ല അവാർഡ് സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്പിളി ഇങ്ങനെ ഒരു ദിവസം എന്നെ ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞാൽ അന്ന് ഞാൻ അത്യാവശ്യം ഫിനാൻഷ്യലി നല്ല വെൽ ഓഫാണ്. ഈ പറഞ്ഞ ഇത്രയും ജോലി ചെയ്തുകൊണ്ട് ജോലിയും ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എല്ലാം കൊണ്ടും പുള്ളി ഒരു ചോദ്യം ചോദിച്ചു, ഒരു സിനിമ നമുക്കൊന്ന് ആലോചിച്ചുകൂടെ, ഒരു കഥയോ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉണ്ണി ഇതുമാതിരി എൻ്റെ സുഹൃത്ത് ഉണ്ണി ഒരു ദിവസം ഓഫീസിൽ വന്ന് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോഴേക്കും ഞാൻ ഉണ്ണിയോട് ചോദിച്ചു, ഉണ്ണി എൻ്റെ അടുത്ത് അമ്പിളി ഇതുമാതിരി ഇങ്ങനെ ഒരു സൂചന തന്നു ഇങ്ങനെ ഒരു പടം എടുക്കുന്നതിനെ പറ്റി. അപ്പോൾ ഉണ്ണി എന്നെക്കാട്ടിലും സീനിയറാണ് സിനിമയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി മറ്റേ അത്യാവശ്യം പണിയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സുരേഷ് കുമാർ, സനൽകുമാർ അവരുടെയൊക്കെ ആ ഗ്യാങ് ഉണ്ടല്ലോ, ആ ഗ്യാങ്ങിൻ്റെ കൂടെ പുള്ളി പോയിട്ട് എനിക്കൊന്ന് തേനും വയമ്പും കൂലി എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ
ക്ലാപ്പ് അടിക്കാനൊക്കെ പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, അതിൽ കൂടുതൽ ഇതൊന്നുമില്ല. എന്നാൽ പോലും പുള്ളിക്ക് സിനിമയായിട്ട് അസോസിയേഷൻ ഉണ്ട്, ലൊക്കേഷനിലൊക്കെ പോയി കൂടുതൽ ബന്ധങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു ചോദ്യം, ഒരു ജസ്റ്റ് ഡൗട്ടായിട്ട് പുള്ളി ചോദിച്ചു, അമ്പിളിയായിട്ട് ഒരു സിനിമ എടുത്താൽ എങ്ങനെയുണ്ടാവും എന്ന്. അപ്പോൾ പറഞ്ഞു എന്നോട് ഉണ്ണി ചോദിച്ചത്, ഇതിനൊരു സിനിമ എടുക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എടുക്കാൻ ഉദ്ദേശം ഉണ്ടായിട്ടൊന്നുമല്ല, ഒരു ഓഫർ ഇങ്ങോട്ട് വന്ന കാര്യം പറഞ്ഞതേ ഉള്ളൂ. എടുക്കുന്ന കാര്യവും ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം സിനിമ റിസ്കി ആണെന്നുള്ളത് ലോകത്ത് എല്ലാവർക്കും അറിയാം, അത് എനിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തീരുമാനിച്ചിട്ടില്ല, അതിനെപ്പറ്റി ചർച്ച പോലും നടന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാധനം ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ നമുക്കൊരു പടം എടുത്താൽ എന്താ എന്ന് പറഞ്ഞ് ട്വിസ്റ്റ് ആവുകയാണ്. അങ്ങനെ ഉണ്ണി എന്നോട് ചോദിച്ചു, ദിനു എന്തായാലും സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ ആഗ്രഹമുണ്ട്, എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ടാണ് മോഹൻലാൽ. അപ്പോൾ മോഹൻലാലിനെ എനിക്ക് 80 മുതലേ അറിയാം, ഉണ്ണിക്കും അതിനേക്കാളും മുമ്പേ ഉണ്ണിക്കും പരിചയമുണ്ട്. പക്ഷേ ഞാൻ മോഹൻലാൽ ഭയങ്കര അടുപ്പമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ലാലുവിനോട് ചോദിച്ചിട്ട് ഒരു ഡേറ്റ് മേടിച്ചാൽ ഇന്ന് ഔട്ട്റൈറ്റ് ബിസിനസ് നടക്കും. ഔട്ട്റൈറ്റ് ബിസിനസ് ആണെങ്കിൽ നമ്മൾ ഫുൾ പൈസ മുടക്കണ്ട. നമ്മുടെ പടത്തിൻ്റെ തുടങ്ങാനുള്ള ഒരു സംഭവം, അത് ലാലിൻ്റെ ഡേറ്റ് വാങ്ങിക്കുന്നു, ബാക്കി നല്ലൊരു സെറ്റപ്പ് ഓർഗനൈസ് ചെയ്യുന്നു. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ചെയ്യുന്ന ആദ്യത്തെ ജോലിക്ക് മാത്രമുള്ള പണം മാത്രം മുടക്കിയാൽ മതി. ആകുമ്പോൾ ആരെങ്കിലും വന്ന് നമ്മുടെ പടം ഔട്ട്റൈറ്റ് എടുത്തോളൂ, നല്ല ഡിസ്ട്രിബ്യൂട്ടർ. അത് കൊള്ളാമല്ലോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചാൽ എന്താ. അങ്ങനെ നോക്കിയപ്പോഴേക്കും ഉണ്ണി പറഞ്ഞു നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്തപ്പോൾ അതിന് 3 lakhs rupees എങ്കിലും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അത് മോഹൻലാലിന് കൊടുക്കണം, മറ്റേ എഴുത്തുകാരന് കൊടുക്കണം, ഡയറക്ടർക്ക് കൊടുക്കണം, ക്യാമറമാന് കൊടുക്കണം, പിന്നെ ആദ്യത്തെ കുറേ ഓട്ടം ചാട്ടം ഇതിന് എല്ലാം കൂടെ കണക്കൂട്ടിയപ്പോൾ 3 lakhs rupees വേണം. അങ്ങനെ നമുക്ക് ഈ 3 lakhs rupees ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 1.5 ഞാൻ പറഞ്ഞു എന്നെ സംബന്ധിച്ച് അന്ന് വളരെ ഫിനാൻഷ്യലി വെൽ ഓഫ് ആണ്. 1.5 എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല, നമുക്ക് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല. കാരണം എനിക്കും അറിയായിരുന്നു ഉണ്ണിയുടെ കയ്യിൽ പൈസയില്ല. ഉണ്ണി എങ്ങനെയാണ് ഇത് ഓഫർ ഇട്ടതെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഉണ്ണിയുടെ അന്ന് വെറും ജോലിക്കാരനാണ് പുള്ളി. എൻ്റെ ഫാദറിൻ്റെ ഒരു ഷെയർ എനിക്ക് തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഷെയർ, അത് ചേർത്തലയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഒരു റോഡ് സൈഡിൽ ഉണ്ട്. അവിടെ ആ സ്ഥലം എനിക്ക് കിട്ടും, ഞാൻ പിന്നീട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് എന്തായാലും ഇതൊന്ന് തുടങ്ങാം, ഞാൻ പൈസ എന്തായാലും ഞാൻ ഒപ്പിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, തുടക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ മോഹൻലാലിനെ പോയി കാണുന്നു. മോഹൻലാലിനെ പോയി കാണുമ്പോൾ അപ്പം അന്ന് മനസ്സിനകത്ത് വേറെ ഒന്നുമില്ല, കഥയില്ല, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തുമ്പ് പോലും പറയാൻ നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ചെന്ന് ലാലിനെ അന്ന് തൂവാനത്തുമ്മിയുടെ സെറ്റിലാണ് പോയി കാണുന്നത്. സെറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ലാൽ അവിടെ അന്ന് രാത്രി ഷൂട്ടിംഗ് കുറച്ച് ലേറ്റായിരുന്നു, അതുകൊണ്ട് എഴുന്നേറ്റിട്ടില്ല. ഞങ്ങൾ ചെന്ന് ലാൽ 2 അടിയൊക്കെ അടിച്ച് എണീപ്പിച്ച്, ഞങ്ങൾ അത്ര സൗഹൃദമുണ്ട് പുള്ളിയെ. എണീപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്താ 2 അണ്ണന്മാരും ഇവിടെ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ് വന്നിരിക്കുന്ന ഒരു നല്ലൊരു കാര്യത്തിനാണ്. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി കൃപ ഫിലിംസ് എന്നൊരു ബാനറൊക്കെ സ്റ്റാർട്ട് ചെയ്തു, കൃഷ്ണകുമാറും പണിക്കരും. അങ്ങനെ അതാണ് കൃപ ഫിലിംസ്. അങ്ങനെ ഒരു ബാനർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഉദ്ദേശം ഒരു സിനിമ എടുക്കണം, ലാലുവിൻ്റെ ഡേറ്റ് വേണം. ലാലു ചൂടായി. ലാലു ചൂടായിട്ട് പറഞ്ഞു ഇതോടെ ഇപ്പം നിങ്ങളിങ്ങനെ പെട്ടെന്നൊക്കെ ഡേറ്റ് ചോദിച്ചാൽ എങ്ങനെയാണ്, എനിക്കൊരു നടുവേദന വന്നിട്ട് എനിക്കൊരു കുറേ പടങ്ങളൊക്കെ പെൻഡിങ് കിടക്കുകയാണ്. ഇപ്പോൾ ഒരു 13 പടമുള്ളത് ഇപ്പോൾ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ലാലെ 13 പടം കഴിയുമ്പോൾ 14ാമത് ചെയ്താൽ മതി, നമുക്കൊരു ധൃതിയില്ല, അല്ല നാളെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ഡേറ്റ് തരണം എന്ന് പറയുന്നില്ല. അപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ പുറകെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ പുറകെ നമുക്ക് ഡയറക്ടർ എന്ന് പറയുന്നത് നമുക്ക് പ്രിയദർശനാകാം, അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം അടുപ്പമുള്ള ആൾക്കാരാണ്. വേണിച്ചേട്ടൻ, നമ്മുടെ വേണു നാഗവള്ളി ആകാം, അല്ലെങ്കിൽ സിബി മലയിലാകാം. അങ്ങനെ ശരി 3 പേരും ഓക്കെയാണ്, നമുക്ക് ആരെങ്കിലും വെച്ചോ കുഴപ്പമില്ല. അപ്പോൾ ലാലപ്പഴയ്ക്കും ഒരു ഞങ്ങളുടെ ഒപ്പമായി. ശരി അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ 25,000 rupees എൻ്റെ ഒരു ക്യാഷ് എടുത്ത് അപ്പോൾ തന്നെ ഞാൻ കൊടുക്കുന്നു, അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയച്ചേ ഇതിപ്പോൾ എന്തായാലും നിങ്ങൾ തന്നതല്ലേ, ഞാൻ മേടിച്ചേക്കാം, ഇത് അതേ മരത്തിൽ തിരിച്ചു തരികയാണ്, ഇത് നിങ്ങൾ ട്രിവാൻഡ്രത്ത് വീട്ടിൽ കൊണ്ടുപോയി അമ്മയെ ഏൽപ്പിച്ചാൽ മതി. കാരണം ഞാനിവിടെ ഷൂട്ടിങ്ങിന് 1 മാസം ഇവിടെയാണ്, തൃശ്ശൂരാണ് പുള്ളി. അപ്പോൾ തൃശ്ശൂർ ഞാൻ ഈ സമയത്ത് ഈ കാശൊക്കെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കണ്ടേ, നിങ്ങളത് കൊണ്ടുപോയി അമ്മയെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പൈസ കൊണ്ടുപോയി അമ്മയെ തിരുവനന്തപുരത്ത് ഏൽപ്പിക്കുകയും ചെയ്തു. അതാണ് കിരീടത്തിൻ്റെ തുടക്കം. കിരീടം എന്നല്ല, ഞങ്ങളുടെ സിനിമയുടെ തുടക്കം. അപ്പോൾ കിരീടം എന്നൊരു പേരായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പിന്നീടാണ് അത് ഞാനും ഉണ്ണിയും കൂടെ ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും അപ്പം ഞാൻ കുറേ സ്വാതന്ത്ര്യം ഉണ്ണിക്ക് എന്നെ കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ ഉണ്ണി എന്നെക്കാളും ഒന്ന് സീനിയർ ആണെന്നുള്ള ഒരു പരിഗണന. രണ്ടാമത്തെ കാര്യം, ഞാൻ ബിസിയാണ്. എനിക്ക് രാവിലെ വൈകിട്ട് വരെ ജോലിയുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ കടയിൽ ചാനൽ 12 പോകണം, രോഹിത് വീഡിയോൻ്റെ ഓഫീസിൽ പോയി പൂട്ടണം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങുമ്പോൾ ദിവസവും 11-12 മണിയാവും. ഇതിനിടയിൽ എല്ലാത്തിനും ഓടി നടക്കാൻ എനിക്ക് സമയമില്ല. അപ്പോൾ ഉണ്ണി പറഞ്ഞു ദിനു അതൊന്നും അറിയേണ്ട, എല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ആ സമയപ്പോഴേക്ക് ഈ പറഞ്ഞ മറ്റേ പൈസയുടെ ഇടപാട് 1.5 ലക്ഷം രൂപയുണ്ടല്ലോ എൻ്റെ കഴിഞ്ഞു. അപ്പം ഞാൻ ഉണ്ണിയോട് ചോദിച്ചു, ഉണ്ണി ഇനി ബാക്കിയുള്ള ചിലവ് ഉണ്ണിയല്ലേ നോക്കുന്നത് എന്നാണ്. അപ്പോഴാണ് ഉണ്ണിയുടെ മട്ട് മാറി. ഉണ്ണി പറഞ്ഞു, അത് ദിനു വേറെ ഒന്നും വിചാരിക്കരുത്, എൻ്റെ കയ്യിൽ പണമില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ തരുമെന്ന് വിചാരിച്ച പ്രോപ്പർട്ടി അച്ഛൻ സിനിമയ്ക്ക് വേണ്ടി വിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഞാനും വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞില്ല ഇനി എന്ത് ചെയ്യും, പടം നമുക്ക് നിർത്തി വയ്ക്കാനും പറ്റില്ല, ഇത്രയും ആയിപ്പോയില്ലേ. ഞാൻ പറഞ്ഞു എന്തായാലും ഉണ്ണി ഒരു പണി ചെയ്യാം, ദൈവം സഹായിച്ച എൻ്റെ കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് ബാക്കി ഞാൻ ഒരു പണി ചെയ്യാം, ബാക്കിയും കൂടി ഞാൻ തന്നെ ഇട്ടോളാം. അപ്പോൾ ഉണ്ണി വേറെ ആരുടെ പറയണ്ട, കുഴപ്പമില്ല. ഞാൻ പലപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ചില കാര്യങ്ങളിൽ മണ്ടനുമാണ്, ഗാന്ധിജിയുടെ കൊച്ചുമോനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം ഞാൻ കാണിച്ചു. ഞാനത് കയറി അങ്ങ് ഏറ്റു. ഞാൻ പറഞ്ഞു ഈ 1.5 ലക്ഷം രൂപ കൂടി ഞാൻ തന്നെ ഇട്ടേക്കാം എന്ന് പറഞ്ഞു. അതൊന്നും ബിസിനസ്സിൽ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആരും ചെയ്യാറില്ല നോർമലി, അല്ലെങ്കിൽ അതിന് എഴുതി മേടിക്കണം. ഞാനതൊന്നും ഇത് ഞങ്ങൾ 50% അങ്ങോട്ടും ഇങ്ങോട്ടും രീതി എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. എഗ്രിമെൻ്റ് അങ്ങനെയാണല്ലോ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു വാക്കാലുള്ള സാധനമേ ഉള്ളൂ. പിന്നെ ബാക്കി പൈസ ഞാൻ മുടക്കി. അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണി അത് ടേക്ക് ഓവർ ചെയ്തിട്ട് ഉണ്ണി മറ്റേ പുള്ളിയുടെ വൈഫിൻ്റെ റിലേറ്റീവാണ് വേണുനാഗവള്ളി വെച്ച് സിനിമ ചെയ്യാനായി. അവസാനം വന്നപ്പോൾ അത് പല പല കാരണങ്ങളും കൊണ്ട് അത് തെറ്റി മാറി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴും ലാലിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ പിന്നെ പോകുന്നില്ല. കാരണം വെച്ചാൽ ലാൽ നമുക്ക് ഡേറ്റ് തന്നു കഴിഞ്ഞു. ഇനി നല്ല പ്രോജക്റ്റുമായിട്ട് അങ്ങോട്ട് പോകണം, ഏതാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തത് നോക്കിയപ്പോൾ അതിൻ്റെ പറയാനും കുറേ നീണ്ടുപോകും. അതുകൊണ്ട് വേണിച്ചേട്ടൻ്റെ ആ എപ്പിസോഡ് ഞാൻ പറയാത്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അത് മാറി സിബി മലയിലിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. അങ്ങനെ സിബിയാണ് പിന്നീട് എഗ്രി ചെയ്തു. അപ്പോൾ സിബിക്കും വളരെ ഹാപ്പിയായി. കാരണം മോഹൻലാലിൻ്റെ പടമാണ്. മോഹൻലാലിനെ വെച്ച് സിബി ആ സമയത്ത് പടം ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് വളരെ വിശ്വാസമുള്ളൊരു എഴുത്തുകാരനുണ്ട് ലോഹിത് ദാസ്. അങ്ങനെ ലോഹിദാസിനെ പുള്ളി തന്നെ പറഞ്ഞ് വിളിച്ചു വരുത്തി. അതിനു മുമ്പ് അവർ 1 or 2 പടം ചെയ്തിട്ടുണ്ട്, തനിയാവർത്തനം, പിന്നെ എഴുതാപ്പുറങ്ങൾ. അപ്പോൾ രണ്ടും നല്ല പടങ്ങളായിരുന്നു. രണ്ടും കമേഴ്ഷ്യലി അത്ര ഹിറ്റ് അല്ലെങ്കിലും രണ്ടും നല്ല പടങ്ങളാണ്. അപ്പോൾ സിബിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടുണ്ട്. അപ്പോൾ സിബിയുടെ കോൺഫിഡൻസ് ആണ് ഞങ്ങളുടെ കോൺഫിഡൻസ് ആയത്. ഞങ്ങൾ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ ലോഹിദാസിനെ കണ്ടിട്ടുമില്ല, അതുവരെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ പുള്ളിയെ കണ്ടിട്ടില്ല ഞങ്ങൾ. അങ്ങനെ ലോഹിദാസിനെ ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വിളിച്ചു വരുത്തി. അവിടെ ഹോട്ടൽ അമൃതയിലിരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. പുള്ളി വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പുള്ളി വന്നിരുന്ന് പുള്ളി പറഞ്ഞു എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവം ഞാൻ പറയാം, അതൊരു കഥയായിട്ടൊന്നുമില്ല, അതിനകത്ത് നീ സംഗതികളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ നടന്നൊരു സംഭവം ഞാൻ പറയാമെന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു എൻ്റെ നാട്ടുമ്പുറത്ത് ഇതേമാതിരി അവിടെ ഒരു ഗുണ്ടയുണ്ടായിരുന്നു, അയാൾ ഗുണ്ടയായത് എങ്ങനെയാണ്, അവിടെ നാട്ടുമ്പുറത്ത് നടന്നിരുന്നത് തല്ലിൽ പുള്ളി പോയി ഇടപെട്ട് കഴിഞ്ഞപ്പോഴേക്കും അവസാനം വന്നപ്പോൾ ആ ഗുണ്ട പദവി പുള്ളിക്കായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു നടന്നൊരു സംഭവം പുള്ളി ഡിസ്ക്രൈബ് ചെയ്തു. നോക്കിയപ്പോഴേക്കും അതിനകത്ത് പിന്നെ അത് കഴിഞ്ഞാൽ പുള്ളിക്ക് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കുടുംബത്തിലും സൊസൈറ്റിയിലും വരുന്ന പ്രശ്നങ്ങളാണ് ഇനി ആ കഥയായിട്ട് വരേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു സാധനമായിട്ട് തോന്നി. അപ്പോൾ ഞാനും ഓക്കെ പറഞ്ഞു, ഉണ്ണിയും ഓക്കെ പറഞ്ഞു. ഇത് സിബി എന്തായാലും അത് കേട്ടതാണ്. അപ്പോൾ അങ്ങനെ ടോട്ടലി ഞങ്ങളെല്ലാവരും ഒന്ന് ഐക്യത്തിലെത്തി. അത് കഴിഞ്ഞപ്പോഴേക്കും ലോഹിദാസ് എഴുതാൻ വേണ്ടി പോയി. പുള്ളി അത് വലിയ താമസമൊന്നും ഒരാഴ്ച പോലും എടുത്തില്ല. പുള്ളി പക്ക സ്ക്രിപ്റ്റായിട്ട് പുള്ളി റെഡിയായി. അത്ര ഫാസ്റ്റായിട്ട് പുള്ളി അത് എഴുതി എന്നുള്ളതാണ്. ലോഹിദാസിനെ പറയുന്നത് ഞാൻ പുള്ളി ഒറ്റ ഇരിപ്പിന് എഴുതിയിട്ട് 4-5 ദിവസം എടുത്തുള്ളൂ പുള്ളി. അങ്ങനെ ഒരു അല്ല, പുള്ളിക്ക് അത് കഥ ഭയങ്കര ആ ഒരു ഇൻസിഡൻ്റാണ് പുള്ളി കഥ സിനിമയാക്കിയത്. അങ്ങനെ പുള്ളി അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് ഒരു പക്ക സാധനമാക്കി പുള്ളി ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് തന്നു. അതാണ് കിരീടം എന്ന സിനിമയായി. ആദ്യം അത് മുൾക്കിരീടം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിൽ കണ്ടത്. കാരണം മുൾക്കിരീടം എന്ന് പറയുന്നത് നെഗറ്റീവായി പോകും. കാരണം ശരിക്കും പറഞ്ഞത് ഒരു മുൾക്കിരീടമാണ്. നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ കിരീടത്തിനെക്കാട്ടിലും യോജിച്ച പേര് മുൾക്കിരീടമാണ്. പക്ഷേ അത് മോഹൻലാലിൽ വന്ന് ചേരുന്ന ഒരു മുൾക്കിരീടം തന്നെയാണത്, കിരീടമല്ല അത്. പക്ഷേ ഒരു സിനിമയ്ക്ക് നമ്മൾ നെഗറ്റീവ് പേര് വേണ്ട എന്ന് വെച്ചിട്ടാണ് അത് കിരീടമാക്കി മാറ്റി. അപ്പോൾ കിരീടം നല്ലൊരു പേരായി, ഐശ്വര്യ പോസിറ്റീവായി. ഞങ്ങളെ സംബന്ധിച്ചു അത് വലിയ പടം ഇറങ്ങി, പടം നന്നായിട്ട് പോയി. അപ്പോൾ മോഹൻലാലിൻ്റെ അടുത്തൊക്കെ പോയി ഞങ്ങൾ കഥ പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു. അതിനൊക്കെ ഒരു പക്ക ബൈൻഡ് ചെയ്ത, ഇന്നത്തെ കാലത്തൊന്നും അങ്ങനത്തെ സ്ക്രിപ്റ്റ് വായനയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പക്ക ബൈൻഡ് ചെയ്ത് ലാലിൽ ആദ്യം ഒരു അഡ്വാൻസ് ഒരു കോപ്പി കൊടുത്തു. ഞങ്ങൾ ഒരു ദിവസം കഥ പറയാൻ വേണ്ടി പുള്ളിയുടെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ലാല് അത് കഥ കേട്ടിട്ട് പുള്ളി ഇങ്ങനെ നിശബ്ദനായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് പുള്ളി അവസാനിച്ചു ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ഇതിനകത്ത് വില്ലൻ വേഷം ചെയ്യുന്നവരാണ്. കാരണം പുള്ളിക്കറിയാം ഈ പടത്തിൽ ലാലിന് ഹീറോയിസം ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് വില്ലനും അത്രയും സ്ട്രോങ് ആയിരിക്കണം. സ്ട്രോങ് അല്ലെങ്കിൽ ഈ പടം നിൽക്കില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതിനുള്ള കറക്റ്റ് വില്ലനെ ഞങ്ങൾ തേടി പിടിച്ചിട്ടുണ്ട്, ലാലിന് സജഷൻ വേണം. മറ്റേ അന്ന് ചാമരം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ വന്ന പ്രദീപ് ശക്തി എന്ന് പറഞ്ഞ
അദ്ദേഹമാണ് ഇതിനകത്ത് വില്ലനായിട്ട്. അപ്പോൾ ലാൽ പറഞ്ഞു അത് കറക്റ്റ് അയാൾ തന്നെ. അപ്പോൾ ലാൽ അതുകൂടെ അപ്രൂവൽ തന്നു. പിന്നീട് ഞങ്ങൾ ആ പ്രോജക്റ്റായിട്ട് മൂവ് ചെയ്തു. അങ്ങനെ ബാക്കിയ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തതാണ്. പിന്നെ കിരീടം എന്ന സിനിമ നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഫെബ്രുവരി 19 എൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു സ്വാഭാവികമായിട്ടും ആദ്യത്തെ പ്രൊഡ്യൂസറാണ്. സിനിമ റിലീസാകുമ്പോൾ മനസ്സിലൊരു ഭയമൊക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെയായിരുന്നു ഒരു സിനിമാക്കാരനിലേക്ക്? അല്ല, ബേസിക്കലി ഒരു കാര്യം പറയാം. ഫിനാൻഷ്യലി ഞങ്ങൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സേഫ് ആയിരുന്നു. ഓക്കെ. കാരണം ആ പടം ഞങ്ങൾ ഔട്ട്റൈറ്റ് 7 ആർട്സിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കിട്ടാനുള്ള ഒരു എമൗണ്ട് കിട്ടി. അതുകൂടാതെ 7 ആർട്സുകാർ ഈ പടം കണ്ടു കഴിയുമ്പോൾ അയാൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. അയാൾ പറഞ്ഞു ഇത് പടം ഓടിയാലും ഓടിയില്ലെങ്കിലും ഞാനിത് 5 ലക്ഷം രൂപയ്ക്ക് ഇതിൻ്റെ സ്റ്റോറി റൈറ്റ് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപയ്ക്ക് അന്നത്തെ കാലത്ത് 89 കഥയാണ് ഈ പറയുന്നത്. അന്ന് അഡ്വാൻസ് ആയിട്ട് തന്നെ പുള്ളി 5 ലക്ഷം രൂപ അതും ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞപ്പോഴേക്കും നാച്ചുറലി ഇത് വലിയൊരു ഭാഗ്യമല്ലേ. അപ്പം നമുക്ക് ആ കാര്യത്തിലൊരു ടെൻഷനില്ല. നോർമലി ഒരു സിനിമ റിലീസാകുമ്പോൾ എപ്പോഴും ടെൻഷൻ വരുന്നത് എന്താണ്? അയ്യോ പടം ഇറങ്ങുമോ, ഞാൻ പണയൊക്കെ വെച്ച് അല്ലെങ്കിൽ കടം മേടിച്ച കാശാണ് എന്നൊരു പേടിയുണ്ടോ? ഞങ്ങൾക്ക് ആ പേടിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ആ കാര്യത്തിൽ ഫിനാൻഷ്യലി സേഫ് ആയിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഉഗ്രൻ സിനിമയാണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം അടിപൊളി, കാരണം നമ്മളതിൻ്റെ പ്രിവ്യൂ ഒക്കെ കണ്ടതാണല്ലോ. ആ സിനിമ ജനം എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തിയേറ്ററിൽ വരുമ്പോഴേ അറിയുള്ളൂ. കാരണം അതിനകത്ത് വിചാരിക്കുന്ന പോലെ ലാലിൻ്റെ ഒരു ഭയങ്കര ചേഞ്ച് ഓഫ് ക്യാരക്ടർ അതിനകത്ത് വരുന്നുണ്ട്. ഇത് എത്രത്തോളം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ അത്യാവശ്യം വയലൻസ് ആ പടത്തിലുണ്ടായിരുന്നു. അത് എത്രത്തോളം ഫാമിലി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ വിചാരിച്ചതിനെക്കാട്ടിലും ഒക്കെ ഉണ്ടല്ലോ ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിരുന്നു. ഞങ്ങൾക്കൊരു ആശങ്ക എന്നൊരു സാധനം അങ്ങനെ കാര്യമായിട്ട് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ കോൺഫിഡൻ്റ് ആയിരുന്നു ഇത് നല്ല ചിത്രമാണ്, ഈ സിനിമ ഒരു വിജയിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ മോഹൻലാൽ കിടക്കുകയല്ലേ. ആ മോഹൻലാലിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പേര് ഉള്ള സമയം തന്നെയാണെന്ന്. പിന്നെ കിരീടം കൂടെ കയറി കഴിഞ്ഞപ്പോൾ മോഹൻലാൽ കുറച്ചുകൂടെ ഹൈറ്റ്സിൽ എത്തി എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അതൊരു നല്ലൊരു ചിത്രം. കാരണം ലാലിൻ്റെ ആ പടത്തിൽ വളരെ നാച്ചുറലായിട്ടുള്ളൊരു ആക്ടിങ് ആണ്. കാരണം ലാലൊക്കെ തുടക്കത്തിലൊക്കെ കാണിക്കുമ്പോൾ ഒരു കുടുംബസ്ഥനായിട്ട് വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരാൾ, അച്ഛനോടും അമ്മയോടും കാണിക്കുന്ന ബഹുമാനം, കുടുംബക്കാരോട് കാണിക്കുന്ന തമാശയും ഇടപെടലും, ഈ വ്യക്തി തന്നെ ഒരു സ്റ്റേജിലെത്തിക്കഴിയുമ്പോഴേക്ക് ഇയാളുടെ കംപ്ലീറ്റ് പോയി. ഒന്ന് ഇയാളുടെ ആ ഒരു അധപതനം, കാരണം വെച്ചാൽ എവിടെ നിന്ന് എവിടെ ആ മനുഷ്യൻ എത്തി എന്നുള്ളതാണ്. പിന്നെ അവസാനം ഇയാൾ ആ വില്ലനെ ഫേസ് ചെയ്യുമ്പോഴുള്ള ചങ്കൂറ്റം. അപ്പോൾ ഇതിനകത്ത് ഒരു മനുഷ്യൻ്റെ വിവിധ തരത്തിലുള്ള ഭാവങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് മോഹൻലാൽ വളരെ ഭംഗിയായിട്ട് ആ പടത്തിൽ കാണിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആണ്, ഞാൻ എവിടെയോ അത് കേട്ടത് സത്യമാണെന്ന് എനിക്കറിയില്ല. ദ വേൾഡ്സ് ബെസ്റ്റ് 7 ഫിലിംസിൽ എവിടെയോ ഒരു കാറ്റഗറി വന്നപ്പോൾ 7ാമത്തെ പൊസിഷൻ കിരീടത്തിനാണ് കൊടുത്തിരിക്കുന്നത്. വേൾഡ്സ്, ഇന്ത്യയിലേ അല്ല. കറക്റ്റ്. അതിനുള്ളൊരു കാലിബർ ഉള്ളൊരു മൂവി തന്നെയാണ്. ആണ്, തീർച്ചയായിട്ടും. കാരണം അത് ശരിക്കും പറയാം സ്ക്രിപ്റ്റ് വൈസും ആണെങ്കിലുണ്ടല്ലോ വളരെ കാര്യമായിട്ട് അതിൻ്റെ അകത്ത് ഏത് പോയിന്റ് എടുത്താലും ശരി ഒരു മേന്മ അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഒരിക്കലും ആ സിനിമയെ മാറ്റി നിർത്തി മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കാനേ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ആണ്. ഇതുവരെയുള്ള മലയാള സിനിമയുടെ വളർച്ചയിലും ഏത് തലത്തിൽ നിൽക്കുമ്പോഴും ഈ ഒരു സിനിമ ടച്ച് ചെയ്തേ പോവുള്ളൂ. അതൊക്കെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ആ ഒരു ചിത്രം നമ്മുടെ പേരിൽ ഇറങ്ങാനും ഇത്രയും വർഷമായിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ് നിൽക്കാനും സാധിക്കുക എന്ന് പറയുന്നതിന് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.